ഗൈസ് വെൽക്കം ബാക്ക് അവർ ചാനൽ വോയിസസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ നമ്മൾ റൗണ്ട് അടിക്കാൻ വേണ്ടി പോവാണ്. നേരെ ആൾക്ക് ഫാമിലി കാണുന്ന വഴി നമ്മൾ പോകുന്നത്. നമ്മൾ രാവിലെ പ്ലാനൊന്നുമില്ലായിരുന്നു. രാവിലെ എണീച്ച് എനിക്കൊരു തോന്നൽ എണീച്ചങ്ങോട്ട് പോയാലോ. രാവിലെ തന്നെ എണീച്ച് സൈക്കിളിലെ കാറ്റ് നോക്കി അങ്ങോട്ട് എണീച്ച് പോകുന്നു. ഗൈസ് കാണുന്ന വഴിക്കൂടി നമ്മൾ നേരെ പോവാണ്. ഓക്കെ ലെറ്റ്സ് ഗോ. ഞാൻ ഇപ്പോൾ സ്ലോ ആക്കി ഏകദേശം നല്ല സ്പീഡിലാണ് വന്നത്. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് മെയിൻ റോഡിൽ നിന്ന് കട്ട് റോഡ് ഇടിച്ച് ബൈപ്പാസിലേക്ക് ഇങ്ങനെ പോവാണ്. ചെറുവറ്റി എന്നാണ് കഴിച്ച് കട്ട് റോഡ് ഇടിച്ച്. പോവാ പെട്ടെന്നിട്ട് പ്ലാൻ ആയതുകൊണ്ട് ആരും വിളിച്ചില്ല. ഒരുത്തൻ എണീച്ചുണ്ടാവില്ല ഗൈസ്. അവനെന്തായാലും ബൈപ്പാസിലേക്ക് എങ്ങനെയെങ്കിലും ഓടി എത്തട്ടെ. ഇവിടുന്ന് 1 കിലോമീറ്റർ അടുത്തുണ്ട്. ഒന്നല്ല ഗൈസ്, 2-3 കിലോമീറ്റർ അടുത്തുണ്ട് ബൈപ്പാസിലേക്ക്. നമ്മളിപ്പോൾ കുറച്ച് ഓടിക്കിന് ഉള്ളിലേക്ക് കയറിയിട്ടാണ് ക്യാമറ കാണാക്കി. അത്ര ആൾക്കാരില്ലാത്ത സ്പോട്ടിൽ നിന്ന് ആൾക്കാർക്ക് അറിയാൻ വേണ്ടി കിട്ടും. മറ്റേ ക്യാമറ ഓണാക്കി എനിക്ക് യൂസ് ചെയ്ത് പോകാൻ കഴിയാത്തതുകൊണ്ട് ഗൈസ് നമ്മൾ നേരോട്ടുമ്പോൾ ഓണാക്കില്ലേ വീട്ടിൽ നിന്ന്. നമുക്ക് നേരെ ആരും ഇപ്പോൾ ടൈം 8:41 അറിയില്ല. 41 ആയിക്കുന്നതിന് അതുപോലെ നമ്മൾ പണി. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ബൈപ്പാസ് എത്തി. ബൈപ്പാസിൽ സൈഡാക്കിയിട്ടാണ് ഒരു 5 കിലോമീറ്റർ നമ്മളെ വീട്ടിലേക്ക്. അപ്പോൾ 5 കിലോമീറ്റർ ഉള്ളിൽ 8:45 അങ്ങനെ നേരെ പോവാം. ബസ് സ്റ്റോപ്പിലാണ് ഗൈസ് നിർത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുന്ന് പോവുകയെന്നെ ചെയ്യാം. ഒരു ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ട് ആക്സസും ഏതോ ബൈക്കും ഉള്ള ബൈക്കും ആക്സസ് ഒരു ചെറിയ അപകടം നമുക്ക് ഇഷ്ടമില്ല. നല്ല സ്മൂത്ത് അറിയില്ല. അപ്പോൾ ഇങ്ങനെ പോകാൻ എന്ത് ഇഷ്ടമാണ് അറിയെങ്കിൽ ഒരു കട്ട് റോഡ് പോലും ഒരു കൊണ്ടുപോലില്ല ഗൈസ് ഇവിടെ. മാഷാല്ലാ. അപ്പം നമുക്ക് ഈ കാണുന്ന വഴിക്കൂടി ഇത് കണക്കിന് പോവുക. ഏത് കണക്കിന് ഇത് കണക്കിന് നല്ല വരുത്താട്ടോ ഇവിടുന്ന് വണ്ടികൾ വരുന്നത്. ബട്ട് എനിക്ക് അപ്പുറത്തെ ഭാഗത്തേക്ക് കയറാറാ എല്ലാം നോക്കി കയറേണ്ട വിചാരിച്ചിട്ട് ഈ സൈഡിൽ കൂടി ഇങ്ങനെ പോണേ. ആകുമ്പോൾ എനിക്ക് ഗൈസ് ട്രാഫിക് നമ്മളെ സിഗ്നൽ കട്ടാക്കാം. അപ്പുറത്ത് നിന്ന് കുറച്ച് മുമ്പേ ഇവിടേക്ക് കയറിയാൽ മതി. ബട്ട് ഇതുമ്പോൾ ഒരു സുഖമല്ലേ ഗൈസ്. ഈ കാണുന്ന കാറ്റാട്ടോ നമ്മൾ കയറി വരുന്നേ. കാരണം അങ്ങനെ കാറ്റ് ഇങ്ങനെ കയറി ഇറങ്ങുക അതുപോലെയാണ് ഉള്ളത്. ഓ മൈ ഗോഡ്. അപ്പം ഇവിടെ ഒരു വണ്ടിൻ്റെ ഷോറൂം ഉണ്ടായത് ഞാൻ മെയിനായിട്ട് കാണാൻ വരല്. ഇപ്പോൾ കടകൾ വീടുകൾ ഇവിടെ ഉണ്ട്. ഇത് ഇവർക്ക് സെയിലൊക്കെ നല്ല പ്രൈസ് കിട്ടും. നല്ല അടിപൊളി സ്പോട്ടാട്ടത്. ഒരു KSR ഇതാ വരുന്നുണ്ട്. ഇവിടെ ഒരു ടീ ഷോപ്പ്, TNMAX കഫേ ഉണ്ട് ഇവിടെ. ഇനി ഒരു വലിയൊരു ഇറക്കാണ് നമുക്ക് വരുന്നത്. നല്ല കാറ്റുണ്ട് ചോദിച്ചാൽ കാറ്റുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ പറഞ്ഞ ബോറടിക്കുന്നു പറയല്ലേ ഗൈസ്. മെയിനായിട്ട് നമ്മളെ കാറിൻ്റെ ഷോറൂം എത്തിക്കണേ. ദാറ്റ് ഈസ് ഗൈസ് അവർ കാർ ഷോറൂം. പറയാനില്ല, ചിലപ്പോൾ ഇവിടെ ലക്ഷറീസ് ഉണ്ടാവും, അല്ലെങ്കിൽ നോർമൽ വണ്ടികളെല്ലാം ഉണ്ടാവുക. ഒരു ലക്ഷറി സാധനം എടുക്കിടക്ക് ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് താറ്
ഇന്നോവ അങ്ങനത്തെ ചെറുതാണ്. ഞാൻ പറയുന്നത് കയറ്റം കയറിയത് അവിടെ നിന്ന് ഇങ്ങനെ നിന്ന് ഇറക്കാട്ടോ. ഇവിടെ അടിപൊളി വണ്ടികളൊന്നും ഇല്ലേ ഗൈസ്, വിചാരിച്ചത്ര വണ്ടികളൊന്നും ഇല്ല. അവിടെ ഒരു KSBBൻ്റെ ആൾക്കാരുണ്ട്, അപ്പോൾ സൈഡാക്കി കൊടുക്കണം. വളവുമാണ് ഗൈസ്, ഒക്കെ വളവിലൊന്ന് നിർത്തി കൊടുക്കാം. ഞാനൊന്ന് ട്രാഫിക് കട്ട് ചെയ്യണം ഗൈസ്, ബട്ട് കട്ട് ചെയ്യണമെന്നില്ലതാ ആ കാണുന്ന ട്രാഫിക് കട്ടെങ്കിൽ ഇവിടെ നിന്ന് ചെറിയ ഫുട്പാത്ത് ഉണ്ട്, അതിലെ കൂടിയാണ് ഞാൻ കയറല്. ഇതിനാ കൈ സൈക്കിളിനൊക്കെ നമ്മൾക്ക് ഞാൻ സൈഡിൽ കൂടെ കയറി പോയിക്കോളും. നേരെ പോകാം. നമുക്ക് ഈ ഒരു വേ കൂടെ കയറാം ഗൈസ്. അങ്ങനെ നമ്മൾ ഫുട്പാത്തിൽ കൂടെ നടക്കണം. ഇവിടെ ആരും ഇല്ലാത്ത നമ്മൾ ഇത് കണക്കിന് പോവാണ്. ഏത് കണക്കിന്? അത് കണക്കിനാണ്. ഏത് വീട്? അമ്പാനി വീട്. നേരെ പോ. നമുക്ക് അങ്ങനെ സിഗ്നൽ എന്ത് സിഗ്നൽ വരും, ഇതാണ് കിട്ടും. നമുക്കിനി കട്ട് റോഡ് പിടിക്കണോ? പിടിക്കുക ബാറ്റ്. ഈ വഴി കൂടി പോയിട്ടുണ്ടെങ്കിൽ അപ്പുറത്തെ ബൈപ്പാസിലേക്ക് എത്തും. അപ്പുറത്തല്ല, നമ്മൾ പോകുന്ന ബൈപ്പാസിലേക്ക് തന്നെ എത്തും. നമുക്ക് ഞാനൊന്ന് ക്രോസ് ചെയ്താൽ കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പുറത്തും ഇപ്പുറത്തും കുട്ടി വിടൂരില്ല. അപ്പോൾ നമുക്ക് നല്ല ക്രോസ് ചെയ്യാൻ പറ്റിയ ടൈമായി. ജസ്റ്റ് ഇവിടെ നമ്മളിരുന്നു. ഇനി വെള്ളം നമുക്ക് പോവാം. ഇനി ഇവിടെ നമുക്ക് വെച്ച് കാച്ച. ഓ ഇവിടെ നല്ല സ്പീഡിലാണ് പോകുക. അതുകൊണ്ടാണ് ഞാനൊരു സൈഡ് പിടിച്ചിങ്ങനെ പോവാം. നമ്മൾ പറയുന്ന മിനി ബൈപ്പാസ്, നമ്മളെ ബൈപ്പാസ് ആണ് കേസത്. നമ്മൾ എൻ്റെ വീട് പറഞ്ഞാൽ വെള്ളിമാട് എന്നാണ്. വെള്ളിമാട് നിന്ന് നേരെ കൊണ്ട് ഇറങ്ങിൻ്റെ ഇവിടാണ് പുളക്കടവ്. എൻ്റെ വീട് വെള്ളിമാട് നിന്ന് പുളക്കടവ്. നല്ല പോവാ. ഇവിടെ നല്ല ഇതാണ് പറഞ്ഞിട്ടുണ്ട് ഗൈസ്. അവിടെ കുറച്ച് ദിവസമായി ഗൈസ്, അങ്ങനെ തന്നെയാണ് കുറച്ച് ദിവസമായിട്ട്. ലാസ്റ്റ് വൃത്തിയാക്കി തരുമെന്ന് വിചാരിക്കുന്നു. ഈ റോഡ് മാത്രമേ ഉള്ളൂ ഗൈസ് കുഴിച്ച്. ഈ നേരങ്ങളില്ല, നമ്മളിപ്പോൾ വന്ന റോഡൊന്നും ഒരു സീനുമില്ല. ഇതാണ് നമുക്കൊരു പണി വരുന്നത്. കാണുന്ന വഴിക്കൂടി നമുക്ക് നേരെ പോവാം. അപ്പം ഗൈസ്, ഇതുവരെയാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ എൻ്റെ വീട്ടിലെത്തിയിട്ട് വരാം. അവിടെ അങ്ങോട്ട് ഗൈസ് മൊബൈലൊന്നും പിടിച്ചിട്ട് പോയില്ല, ടെഫ് വഴിയാണ്. നമുക്ക് നേരെ വീട്ടിലെത്തിയിട്ട് വരാം.